നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. പുതിയതായി നിർമ്മിച്ച വി.കെ. വാസു സ്മാരക CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. പടിയം വില്ലേജ് ഓഫീസിന് സമീപം പാർട്ടി സ്വന്തമായി വാങ്ങിയ 4.5 സെന്റ് സ്ഥലത്ത് 22 ലക്ഷം രൂപ ചെലവഴിച്ച് 2 നിലകളിലായി 1200 ചതുരശ്ര അടിയിലാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. VK ദാമോദരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം, റവന്യൂ മന്ത്രി K രാജനും VR മദനൻ ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രനും നിർവഹിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ചടങ്ങിൽ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLA മാരായ CC മുകുന്ദൻ, P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സംഗീത സംവിധായകൻ വിദ്യാധരൻ, CPIM പടിയം ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, CPIM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ, CPI സംസ്ഥാന ജില്ലാ നേതാക്കളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയമ്പറമ്പിൽ, PK കൃഷ്ണൻ, NK സുബ്രഹ്മണ്യൻ, VR മുരളീധരൻ, VR മനോജ്, PV അശോകൻ, KV വിനോദൻ, KK രാജേന്ദ്ര ബാബു, M സ്വർണലത, TK മാധവൻ, KM ജയദേവൻ, KM കിഷോർ കുമാർ, KK പ്രദീപ് കുമാർ, CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീന നന്ദൻ, ശുഭ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തളിക്കുളം ഒഴുക്കാന്തോട് ശുചീകരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് മഴക്കാല രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർ കാവ്യ PS, ആശാ വർക്കർ സുബിത സുബിൽ, രാമചന്ദ്രൻ കൊളയംപറമ്പത്ത്, രാമചന്ദ്രൻ കോലഞ്ചേരി, സജീവൻ KA, സദാനന്ദൻ PK, സോമൻ KS, സോമൻ TM, ബാലൻ TK, ഷഫീഖ് KM എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന തൃപ്രയാർ ടെമ്പിൾ റോഡിൽ പൊടിശല്യം രൂക്ഷമായതിനാൽ വ്യാപാരികൾ തന്നെ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് പൊടിയെ പ്രതിരോധിക്കാനിറങ്ങി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ കമ്പനികൾ തന്നെയാണ് പൊടിശല്യം ഇല്ലാതാക്കുന്നതിന് വെള്ളം സ്പ്രേ ചെയ്യിക്കേണ്ടത്. എന്നാൽ ഇവിടെ പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ പ്രതിരോധ നടപടികളുമായി ഇറങ്ങിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ അവസാനിക്കുന്നതുവരെ റോഡിലെ പൊടി കടകളിലേക്ക് അടിച്ചു കയറാതിരിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി റോഡിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നാട്ടിക തൃപ്രയാർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ മെമ്പർ കൂടിയായ ശിവൻ കണ്ണോളി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അംബിക രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, KSU ജില്ലാ സെക്രട്ടറി MV വൈഭവ്, ഷെരീഫ് പാണ്ടികശാല എന്നിവർ സംസാരിച്ചു. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള നാട്ടിക ബീച്ച് നാഗയക്ഷി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് സർപ്പബലി, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. പാതിരാക്കുന്നത്ത് മനയ്ക്കൽ ബ്രഹ്മശ്രീ രുദ്രൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. ദേവസ്വം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലപ്പാട് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കളമെഴുത്ത് പാട്ടും ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉച്ചപൂജ, പഞ്ചഗവ്യം, ശുദ്ധി, കലശാഭിഷേകങ്ങൾ, ഉപദേവന്മാർക്ക് കലശാഭിഷേകങ്ങൾ, വീരഭദ്രസ്വാമിക്ക് കളം, ഉച്ചപൂജ, തുടർന്ന് പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് കരിങ്കുട്ടി സ്വാമിക്ക് കളം, വൈകിട്ട് നാഗക്കളം, ദീപാരാധന, അത്താഴപൂജ, രാത്രി എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമെഴുത്ത് പാട്ട്, ഗുരുതി എന്നിവയും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജു കൊണ്ടുവള്ളി, ഗോപു കൊണ്ടുവള്ളി എന്നിവർ നേതൃത്വം നൽകി. നീ
വാടനപ്പള്ളി ഗണേശമംഗലം വെസ്റ്റ് കുന്നത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആരംഭിച്ചു. തിങ്കളാഴ്ച ഉഷസ്സിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. രാവിലെ വീരഭദ്രസ്വാമി, മൂത്ത കൈമൾ സ്വാമി ദേവതകൾക്ക് കളമ്പാട്ട്, ഉച്ചയ്ക്ക് ശേഷം ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും, തുടർന്ന് പ്രസാദശുദ്ധി, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു. പൂജാ ചടങ്ങുകൾക്ക് കോണോത്തുകുന്ന് ഗുരുപദം ആചാര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. കളമെഴുത്തുപാട്ടിന് പി.കെ. ബാലൻ പെരിങ്ങോട്ടുകര നേതൃത്വം നൽകി. ക്ഷേത്രം ശാന്തി കെ.എ. വിശ്വനാഥൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വാസുദേവൻ കുന്നത്ത്, സെക്രട്ടറി കെ.എ. രാഹുലൻ, ട്രഷറർ കെ.ജി. സോമശേഖരൻ, കമ്മിറ്റി അംഗങ്ങളായ കെ.എം. രമേശ്, കെ.എ. ഗോപിനാഥൻ, കെ.എം. സോമസുന്ദരൻ കുന്നത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എസ്.എൻ. കോളേജ് മുൻ അധ്യാപകൻ, അന്തിക്കാട് സെന്ററിന് പടിഞ്ഞാറ് കോഴിപ്പറമ്പിൽ പ്രൊഫസർ കെ.ജി. ശ്രീനിവാസൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ കാഞ്ചന, മക്കൾ സിമി, ശീതൾ, ശ്രീചന്ദ്, മരുമകൾ പരേതനായ മനോജ്, സുധീർ, അശ്വതി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.